ഹലോ. അപ്പം കുറച്ച് ദിവസമായി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പം ഇത് ഞങ്ങളുടെ നാട്ടിലെ ഒരു താമര പൂക്കുന്ന ഒരു കണ്ടമാണേ. ഇവിടെ എല്ലാ വർഷവും നിറയെ താമര ഉണ്ടാവും. ഉണക്കത്തൊക്കെ ആകുമ്പോൾ ഇതെല്ലാം പോകും. പിന്നെ മഴ വന്നു കഴിയും, വെള്ളം നിൽക്കുമ്പം ഇതെല്ലാം തളിർത്ത് വന്ന് നിറയെ താമരയാണ് ഇവിടെ എല്ലാം. അവിടെ അങ്ങോട്ടെല്ലാം നിറയെ താമര, നല്ല താമരയാണിവിടെ. അപ്പം ഈ വർഷം ഞാനിത് താമര ഇങ്ങനെ പൂത്ത് നിന്നിട്ടും കായൊക്കെ പിടിച്ച് നിന്നിട്ടും എൻ്റെ പൂവ് കാണുന്നില്ല. അപ്പം ഞാൻ എന്നും അതുവഴിയാണ് ജോലിക്ക് പോകുന്നത്. അപ്പം ഞാൻ തന്നെ വിചാരിക്കാറുണ്ട്, അയ്യോ ഇതിൽ മൊട്ട് ഉണ്ടായിരുന്നു പക്ഷേ പൂക്കുന്നില്ലല്ലോ എന്നത്, പൂ വരുന്നില്ലല്ലോ, താമര വിരിയുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും ഞാൻ അതുവഴി പോയപ്പോഴത്തേന് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു അമ്മയാണേ. ആ അമ്മ കണ്ടത്തിലിറങ്ങിയിട്ട് ഇങ്ങനെ എൻ്റെ മൊട്ട് പറിക്കുക. പൂവാകുന്ന മുന്നേയുള്ള മൊട്ട്, പൂ വിരിയത്തില്ല, വിരിഞ്ഞിട്ടില്ല, ആ വിരിയാറായി വരുന്ന ആ മൊട്ടുണ്ടല്ലോ, ഈ അമ്മയെല്ലാം ഒടിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അമ്മയോടൊക്കെ ചോദിച്ചു, എന്തിനാ അമ്മ ഇങ്ങനെ ഒടിച്ചെടുക്കുന്നത്? പൂ വിരിയുന്നില്ലല്ലോ, എന്തിനായി മോളെ ഈ മൊട്ട് അമ്പലത്തിൽ കൊണ്ടു കൊടുത്ത അമ്മയ്ക്ക്, അമ്പലത്തിൻ്റെ അടുത്തൊരു കടയിൽ കൊടുത്ത അമ്മയ്ക്ക് എന്താണ് ചെറിയൊരു രൂപ കാശ് കിട്ടും, അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ ഒടിച്ചെടുക്കുന്നതെന്ന് അമ്മ പറഞ്ഞ്. അപ്പം ഇത് ചെട്ടികുളങ്ങര അമ്പലത്തിൻ്റെ അടുത്തുള്ളൊരു കടയിലാണ് കൊണ്ട് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. അപ്പം ചെട്ടികുളങ്ങര അമ്മയ്ക്കും കൊടുക്കാറുണ്ട് ഈ അമ്മ സ്ഥിരം പൂക്കളെല്ലാം. ഇവിടെ എല്ലാം വന്നും പൂക്കൾ പറിച്ച് അമ്പലത്തിൽ കൊണ്ട് കൊടുക്കുന്നതൊക്കെ എനിക്ക് കാണാം. പക്ഷേ ഇത് എനിക്ക് ഇത് പൂ കാണുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ കാത്തിരിക്കുമായിരുന്നു പൂ കാണുമ്പം ഇതിൻ്റെ വീഡിയോ എടുത്ത് നിങ്ങൾക്കെല്ലാം ഞാൻ കാണിക്കാമെന്നൊരു ഇതുണ്ടായിരുന്നു എനിക്ക്. പക്ഷേ പൂ വരുന്ന ഒരു ഇതും ഇല്ല, അമ്മ പറിച്ചുകൊണ്ട് പോകുക.